UDF ആയിരിക്കും ജയിക്കുന്നത്. ഈ പ്രാവശ്യം ഐവിടം തന്നെ ജയിക്കുന്നു. ഉള്ളൊരു പെൻഷൻ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കും നമ്മളൊരു അവസരം നൽകുന്നുണ്ടല്ലോ, പക്ഷെ എല്ലാവരും ചെയ്യുന്നത് നമ്മളോട് ഇതൊക്കെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനായിട്ട് ഇന്ത്യ ഒട്ടാകെ കാത്തിരിക്കുകയാണ് അല്ലേ. നമ്മൾ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ കടവന്ത്രയിലാണുള്ളത്. എറണാകുളത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ജനങ്ങളോട് സംവദിക്കുകയാണ്. ആരായിരിക്കും ഇനി വരുന്ന 5 വർഷം എറണാകുളത്തെ നയിക്കുന്നത്, ഈ മെട്രോ സിറ്റിയെ നയിക്കാൻ പോകുന്നത്? നമുക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാം. UDF ആയിരിക്കും ജയിക്കുന്നത്. എന്തുകൊണ്ട് UDF? LDFന്റെ ഭരണം ഒത്തിരി മോശമായിട്ടുള്ളതാണ്. അതുകൊണ്ട് മിക്കവാറും UDF ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. LDFന്റെ ഭരണമോശം കൊണ്ട് മാത്രമാണ് UDF ജയിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ MP ഹൈബിയിടുന്നുണ്ട്. MP പ്രവർത്തനങ്ങളുടെ മികവിലല്ല. MP നല്ല മനുഷ്യരാണ്. ഈ പ്രാവശ്യം ഐവിടം തന്നെ ജയിക്കും. സാധാരണക്കാർക്ക് എപ്പോഴും ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു MP ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു കാര്യം, നല്ല മനുഷ്യരാണ്. എന്ത് കാര്യം നമുക്ക് പറയാം, നടത്തി തരും. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ചേച്ചിക്കോ അല്ലെങ്കിൽ ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അനുഭവം പറയാനാണെങ്കിൽ എന്താണ്, നമുക്ക് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് കൂടെ നിന്ന് യോജിച്ചു പോകുന്ന ആളാണ് ഐവിയുടെ. പുള്ളി നല്ല പക്ഷേ നല്ല മനുഷ്യൻ, നടത്തി തരും ഉറപ്പ്. എത്ര വർഷമായിട്ട് ഇവിടെ കട നടത്തുന്നു? കുറെ വർഷങ്ങളായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ വരുമ്പോ കേരളത്തില് കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? സാധാരണക്കാർ ഇവിടെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തും? അല്ല, എങ്ങനെയാണ് ഇപ്പൊ ഭരണത്തിന്റെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ? ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു LDFന്റെ ഭരണം മോശമായത് കൊണ്ടിട്ട് UDF വരാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഭരണം മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങളില് മോശം പറയാം. പിന്നെ കൊറേയൊക്കെ നല്ലതുണ്ട്, കൊറേയൊക്കെ മോശമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് ചാൻസ് കൂടുതൽ UDF ജയിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് 7 മാസത്തോളമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. പെൻഷൻ ഇല്ല, വിലക്കയറ്റം അതിരൂക്ഷമാണ്. ഈ കട നടത്തുന്ന ഒരു വ്യക്തി നിലയിൽ ചേച്ചിക്ക് അറിയാലോ സാധനങ്ങളുടെ വില എന്താണ്. ഇവിടെ വന്നു പോകുന്ന ആളുകളുമായിട്ടാണ് ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഫോൾട്ട്. അതും കൂടി ഒന്ന് റെഡിയാക്കിയാൽ കുറച്ചും കൂടി അവർക്ക് കുറച്ചും കൂടി ഒരു ജനപ്രീതി കിട്ടുമെന്നാണ് പറയുന്നത് അല്ലെ. ഒപ്പം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയായിട്ട് സർക്കാരിനെതിരല്ല, അവരിലും ഇതുണ്ട് ഫോൾട്ട്. ഇപ്പൊ വന്നത് ഇപ്പൊ ഈ ഭരണത്തിൽ ഈ പെൻഷൻ ചില സാധനങ്ങൾക്കൊക്കെ ദിനം പ്രതി വില കൂടുന്നത്, പെട്രോള് അങ്ങനെയുള്ള സാധനങ്ങൾ. അതുകൊണ്ടാണ് അവരോട് എന്നാലും വലിയ ഇത് പറയാനായിട്ട് എടുത്തു പറയാനായിട്ട് പറ്റിയതായിട്ട് എന്ന് പറഞ്ഞാൽ പെൻഷൻ. പിന്നെ ഇവിടെ ജയിക്കാൻ സാധ്യത കൂടുതൽ ഐബിയുടെ. ഈ അദ്ദേഹം പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പൊ വന്നല്ലോ. ഏറ്റവും ഒടുവിലായിട്ട് മാസത്തിൽ വിവാദം പോലും വന്നൊരു സമയമാണ്. ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. അത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ നമ്മുടെ നാട് നേരിടുന്ന ചോദിച്ചതിന് ജയിക്കാൻ ആർക്കാണ് ചാൻസ് കൂടുതൽ എന്താ വെച്ചാൽ ഹൈബ്രിഡ്. ശരി, സന്തോഷം. എന്നിരുന്നാലും നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, ആഗ്രഹം. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ്? അതെനിക്ക് പറയാനായിട്ട് അറിയില്ല. എന്ന് വെച്ചാല് ഞാൻ എന്റെ വോട്ട് അവകാശം ഞാൻ കോൺഗ്രസിനെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അത് മനസ്സിലായി. നമ്മൾ കൊടുക്കുന്ന ഒരു വിഷയം. എന്നാലും 5 വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വൈപ്പിൻകരയില് അദ്ദേഹത്തെ കാണുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞത്. എനിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ രാഷ്ട്രീയം വേണ്ട, ഒരു ജനപ്രതിനിധിയാണ്. നമ്മളെ ജയിപ്പിച്ചു വിടുന്ന ഒരു ജനപ്രതിനിധി. ഇതിൽ രാഷ്ട്രീയമില്ല. ജനപ്രതിനിധി നിലയില് അല്ലെ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്, അല്ലാണ്ട് രാഷ്ട്രീയമില്ല. കുഴപ്പമില്ലാത്ത ഒരാൾ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ എനിക്ക് തോന്നിയ ഒരു മൂല്യം ഇഷ്ടം ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അത് ഞാൻ ഇനി എന്റെ മരണം വരെ ഞാൻ ആ കോൺഗ്രസിന് എന്തൊക്കെ ചെയ്താലും അതിന് വോട്ട് നൽകുള്ളൂ, വിശ്വസിക്കുള്ളൂ. എന്റെ 18 വയസ്സ് തുടങ്ങി ഞാൻ അതാണ് ചെയ്യണത്. എന്റെ വീട്ടില് അപ്പച്ചനുമായിട്ട് അത് പറഞ്ഞു തന്നേക്കുന്നതുകൊണ്ട് ഞാൻ അതേ ചെയ്യുള്ളൂ. അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെ ഈ സർക്കാരിനെയാണ് കേട്ടോ, രാഷ്ട്രീയല്ലേ ഇതില്. സർക്കാരിന്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ? എനിക്കൊന്നും പറയാനില്ല. ആകെ ദുരിതത്തിലായിരുന്ന ഒരു
ജീവിതമാണ്. ഉള്ളൊരു പെൻഷൻ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. ഇത് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇലക്ഷൻ വരുമ്പോ എന്തെങ്കിലും വില കുറച്ചോ അല്ലെങ്കിൽ ഗ്യാസിന് വില കുറച്ചോ അല്ലെങ്കിൽ പെൻഷൻ തന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്കത് എന്നും ജീവിച്ചു പോകേണ്ട ഒരു കാര്യത്തിന് നമുക്ക് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് നമുക്ക് ഒരു പെൻഷനും കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. ജോലിയുണ്ട് എനിക്ക്, എന്നാലും നമുക്കതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ഒരു ഹസ്ബൻഡ് ഇല്ലാത്തതാണ്. അപ്പൊ നമ്മളതൊക്കെ എനിക്കിത് കിട്ടാനൊരു അർഹത ഇല്ലാഞ്ഞിട്ട് ഞാനത് എന്ന് വെച്ചാൽ എൻ്റെ പുള്ളി ഒരു കോൺട്രാക്ടർ ആയിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊണ്ട് എനിക്കത് റിജക്റ്റ് ആക്കി തന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കത് ലഭിച്ചത് ഞാനൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ്, വിഷമിച്ചിട്ടാണ്. എന്നിട്ട് അത് എനിക്ക് കിട്ടാനുള്ളൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോ നോക്കി ഇപ്പൊ കൊടുക്കാൻ അതെ അതെ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ്. ഒരു ജോലി ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാം വളരെ എല്ലാവർക്കും നമ്മളൊരു അവസരം നൽകുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് നമ്മളോട് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ വന്നൊന്നും ചെയ്യരുതെന്നാണ് എന്റെ ഒരാഗ്രഹം. എന്തിനാണ് ചെയ്തിട്ട് ആ അവസരം വരുമ്പോ അവര് വരുമ്പോ പോവുക, കുറെ വാഗ്ദാനങ്ങൾ നൽകുക എന്നല്ലാണ്ട് നമ്മൾക്ക് യാതൊരു ഇതില്ല. കഷ്ടപ്പെടുന്നവനെന്നും കഷ്ടപ്പെടുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളെ കാണുക അന്വേഷിക്കൊന്നുമില്ല. ഇലക്ഷന്റെ ടൈമിൽ ഇതേപോലെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർഡിലെ മെമ്പർ ഇട്ടുണ്ടായിരുന്നു 15-ാം തീയതി തുടങ്ങി പെൻഷൻ കിട്ടും എന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടത് കാര്യമില്ല. ഇതെന്നും ആവശ്യമുള്ള ഒരു കാര്യം കൊടുക്കാൻ പോകുന്നത് ഒരു മാസത്തെ അതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ തന്നെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഗ്യാസിന്റെ ആണെങ്കിലും വില, ഒരു ഗ്യാസ് ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഈ ശമ്പളം കിട്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതിന്റെ ഗ്യാസിന് വില കൂട്ടിയ ടൈമിൽ തന്നെ എന്റെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ സമയത്ത് തന്നെ നമുക്ക് എന്തെല്ലാം ഇതുണ്ട്. പാർട്ടി ജയിക്കും. ഇവിടുത്തെ എറണാകുളത്തിന്റെ MP ഹൈബി ഇടുന്നതാണ്. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തും? നന്നായിരുന്നു. സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു MP ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കടവന്ത്ര ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ എന്റെ പ്രസൻസും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉണ്ട് അല്ലെ? ഈ ഹൈബി ഈഡൻ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം തൊട്ടാണോ, അല്ലെങ്കിൽ ഹൈബി എന്നൊരു വ്യക്തിയായിട്ട് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാണും? രണ്ടിലും പ്രാധാന്യമുണ്ട്. ഈ 7 വർഷത്തെ നമ്മുടെ സർക്കാരിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തും? സർക്കാരിന്റെ ഭരണത്തിൽ ഇവിടെ രാഷ്ട്രീയമില്ല, സർക്കാരിന്റെ ഭരണം, ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സർക്കാരിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തും? എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് എന്തുകൊണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു? പൈസ വരുന്നില്ല. പിന്നെ ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ കൂടുതലും ബാധിച്ചിട്ടുണ്ട് കച്ചവടക്കാരെ. ഓൺലൈൻ കച്ചവടം നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അല്ലെ? ഇതിനെതിരെ സർക്കാർ ഒരു ശക്തമായിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് 7 മാസങ്ങളായിട്ട് സാധാരണക്കാരനെ സംബന്ധിച്ച് പെൻഷൻ കിട്ടിയിട്ടില്ല. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം അല്ലെ? സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും മുടങ്ങിയ ഒരു അവസ്ഥ. ഇതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ പരാജയമാണ്. ബാധിക്കും. തെരഞ്ഞെടുപ്പിൽ അതിന്റെ എല്ലാ പ്രതിഫലനം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ? ഒപ്പം ഇത്രയും പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ദൂരത്തുകൾക്ക് ഒട്ടും കുറവില്ല എന്നുള്ള വാർത്തകൾ ദിനംപ്രതി വരും. ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. മാധ്യമങ്ങളിൽ ഒരുപാട് ഇതെല്ലാം ഉടനെ കാണിക്കുന്നുണ്ട്. ബാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയും കുടുംബത്തിനെതിരെയൊക്കെ കോടികളുടെ അഴിമതി ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഈ നവകേരള സദസ് ഉൾപ്പെടെ വൻ അഴിമതിയിലൂടെ നടത്തി എന്നുള്ളതാണ് പൊതു അഭിപ്രായമായിട്ടൊക്കെ വരുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാശുകളൊക്കെ അല്ലേ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പല അതായത് നികുതി വർധന ഉൾപ്പെടെ ഇതൊക്കെ ചെയ്തിട്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സേവനം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ വീഴ്ചയല്ലേ? ഇതൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അത് നിലവിൽ വന്നു. ഒരു പൗരന് അതെങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്? അതിനെപ്പറ്റി എന്തെങ്കിലും സാർ മനസ്സിലാക്കിയിരുന്നു?
വളരെ നമുക്കത് ബുദ്ധിമുട്ടുള്ള കേസാണ്. അതല്ല പൗരത്വ ഭേദഗതി നിയമം അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധിക്കുമല്ലോ. എന്നാണ് സാർ മനസ്സിലാക്കുന്നത് അല്ലേ? പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു തരത്തിലും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അവർ പറയില്ല. ഉണ്ടാകില്ലെന്ന് അവര് പറയുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എടുത്തു കാട്ടുന്ന, അതായത് ഈ വോട്ട് കച്ചവടത്തിനായിട്ട് അവർ എടുത്തു കാട്ടുന്ന ഒരു മുഖ്യ വിഷയമായിട്ട് കൊണ്ടുവരുന്നതാണ് മറ്റുള്ള പാർട്ടി, അതായത് BJP കേന്ദ്രം ഭരിക്കുന്ന ആരോപിക്കുന്നത്. അത് എത്രത്തോളം ശരിയായിരിക്കും? ജനങ്ങളെ ബാധിക്കുന്ന ഒരു കേസാണത്. അത് നമുക്ക് അവർക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ അത് നടപ്പാക്കാതിരിക്കുകയാണ് നല്ലത്. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് പറയുന്നത് അല്ലെ? ആൾക്ക് സാധ്യത പറയുന്നത് ഇത് ഈടുന്നായിരിക്കും സാധ്യത. എന്തുകൊണ്ടാണ് കൂടുതൽ ആളിനെ അറിയുന്ന ആൾ, പിന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മോശമൊന്നും അല്ല, പക്ഷേ ഇവിടെ വലിയ പരിചയമില്ല. മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കലിപ്പുണ്ട്. അതൊക്കെ ചിലപ്പോൾ തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അത് സ്ഥാനാർത്ഥി മോശമായ കൊണ്ടൊന്നും അല്ല. ഇടതുപക്ഷത്തോടുള്ള ഒരു കലിപ്പ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാരന് പെൻഷൻ കിട്ടിയിട്ടില്ല, രൂക്ഷമായിട്ടൊരു വില കയറ്റം, ഇതൊക്കെ ബാധിക്കുമോ സർ? ഇതെല്ലാം തീർച്ചയായിട്ടും അതല്ലേ കലിപ്പെന്ന് പറയണം. ഇടതുപക്ഷത്തിന് വീണ്ടും കയറ്റിയത് നമുക്ക് നല്ലൊരു ഭരണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ എല്ലാത്തിനും അതിഭയങ്കരമായിട്ട് വില കൂട്ടി. ഒരു വീട് പണിയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് 10 ഇരട്ടി വില കൂട്ടി. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ കാര്യം പറയുന്നത് നമ്മുടെ ഒരു RC ബുക്ക് ലൈസൻസ് ഇത് നമുക്ക് കിട്ടാനായിട്ട് എൻ്റെ മകൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അവൻ പൈസ അടച്ചല്ല 45 രൂപ പോസ്റ്റൽ ചാർജ് അടച്ചു. ഈ പോസ്റ്റൽ ചാർജ് കൂടി ഇപ്പോൾ പറഞ്ഞാൽ അവിടെ പോയി വാങ്ങണം. അപ്പോൾ ഈ 45 രൂപ വെച്ച് ലക്ഷക്കണക്കിന് എത്ര രൂപ നമുക്ക്? ഇതൊക്കെ ജനം കാണണേ. ഇത് ജനങ്ങൾ വെറുപ്പോ ഞാനൊരു ഭാവിയിൽ തന്നെയാണ്. പക്ഷെ ഇത് ജനങ്ങളെ വെറുതെ ൂവാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് ചിലപ്പോൾ വന്നേക്കും. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഞാൻ ഏറ്റവും കുറച്ച് ഉദാഹരണമാണ് ഈ 45 രൂപയുടെ പോയിട്ട് കാര്യം പറഞ്ഞത്. സർ ഈ പ്രതിസന്ധികളിലൂടെ കേരളം കടന്നു പോവുകയാണ് അല്ലെ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ദൂരത്തിന് ഒരു കുറവുമില്ല. അഴിമതി ആരോപണങ്ങൾ, അത് അഴിമതി ആരോപണം നടത്തിയാൽ അത് മൈൻഡ് ചെയ്യാനുള്ള അവിടെയാണ് സാറ് പറഞ്ഞൊരു വലിയ പോയിന്റ്. മൈൻഡ് ചെയ്യുന്നില്ല. അതായത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരായിട്ട്, മകൾക്കും എതിരായിട്ട് മാസപ്പടി പോലെയുള്ള ഏറ്റവും ഒടുവിൽ എന്റെ മകൾക്കെതിരായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. നിങ്ങൾ പറയുന്നത് എന്റെ മകള് അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. എന്റെ മകൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത്. അതാണ് സംഭവം. അവിടെയാണ് അത് ജനങ്ങൾ മനസ്സിലാക്കണം. അത് പ്രതികരിക്കാൻ ആർക്കും പറ്റുന്നില്ല. നമ്മൾ പാർട്ടിക്കാർക്ക് പോലും ആരും തിരിച്ചു പ്രതികരിക്കലുണ്ട്. മലയാളമൊക്കെ കേട്ട് അനങ്ങാതെ ഇരിക്കണേ. ഇതേ സമയം CPMന്റെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് അതിലേക്ക് നേരിട്ടത്. അപ്പോ അത്തരത്തിൽ മനോഭാവം സ്വീകരിച്ച ആളുകളും CPMലുണ്ട്. ഇപ്പൊ കാണിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം തന്നെ ഉദ്ഘാടന പ്രസംഗം വളരെ മനോഹരമായിരുന്നു. മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ ഇമാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. അപ്പൊ ഉദ്ഘാടന പ്രസംഗം നല്ല ഭംഗിയായി എന്നൊക്കെ അവർ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് തേറ്റുമ്പോൾ നടക്കും. അത് പുള്ളിയുടെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെയൊക്കെ ഈ വലിയ പുകഴ്ത്താൻ പോകും. പുള്ളിക്ക് അത് അത്ര അതുകൊണ്ടായിരിക്കും നിങ്ങളെ ജാതി പറഞ്ഞ കട്ട് ചെയ്തെന്ന് എനിക്കറിയാം. ഒപ്പം ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാധാരണ ജനങ്ങളെ ഇത് ഒരുപാട് ബാധിക്കുമെന്ന് വാർത്തകൾ വരും. എത്രത്തോളം സാർ അതിനെപ്പറ്റി മനസ്സിലാക്കും? സാധാരണ ജനങ്ങൾക്ക് അത് എങ്ങനെ ബാധിക്കുന്നത്? അത് മാപ്പിളകൾ കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും സാധാരണ ജനങ്ങൾക്ക് അത് ബാധിക്കുന്നില്ല. അത് പുറത്തുനിന്ന് വന്ന ആളുകൾക്കാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇവിടെ ഒത്തിരി ബംഗ്ലാദേശികളും അവർ ഇതൊക്കെ ഇവിടെ കയറി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കൂടുതൽ അതാണ് പറഞ്ഞത്. പക്ഷേ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാഴ്സി അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്തു നിന്നവർക്കൊക്കെ പൗരത്വം കൊടുക്കുന്ന അതാണ് പ്രശ്നം. അവര് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. എന്ന് വെച്ചാൽ
അവിടെ നിന്നൊക്കെ മയന്മാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കടന്നവർക്കൊക്കെ എന്തിനാ പൗരത്വം കൊടുക്കണം? അവർക്ക് പൗരത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തേക്കണമെന്ന് എനിക്ക് നമ്മൾ ഈ നിൽക്കുന്ന കടവന്ത്ര ജംഗ്ഷനിൽ പോലും രാവിലെ ആയിക്കഴിഞ്ഞാൽ ബംഗാളികൾ ഇഷ്ടം പോലെയുണ്ട് അല്ലെ? ബംഗാളികളല്ല, ബംഗ്ലാദേശ്. അതെ, ബംഗ്ലാദേശികളായിട്ടുള്ള ബംഗാളികൾ കുഴപ്പമില്ല, നമ്മുടെ രാജ്യക്കാരല്ല. ഇത്തരത്തിൽ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഇത്. ശരിക്കും അറിവില്ലായ്മ കൊണ്ടല്ല ഇത്തരത്തിലൊരു കുപ്രചരണം നടത്തുന്നത്. തീർച്ചയായിട്ടും അത് അറിയില്ലായ്മ. അതായത് രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല. അതായത് CA വന്നുകൊണ്ട് ഒരു കുഴപ്പവും മറ്റുള്ളവർക്ക് കുറേക്കൂടി എന്താണ് വിവരമുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷെ എനിക്കതൊരു മോശമായ കാര്യമാണെന്ന്. നമ്മുടെ രാഷ്ട്രത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ പൗരത്വം കൊടുക്കണം, അവർ പൗരന്മാരെ സംരക്ഷിക്കണം. അതുപോലെ ഇന്ത്യയിൽ വന്ന് ചെയ്യുന്നതിന്
ിപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ മറ്റേ ഉമ്മൻചാണ്ടിയൊക്കെ എന്ത് നല്ല ഭരണമായിരുന്നു അയാളൊക്കെ എന്തോരം ആ സഖാവൊക്കെ നല്ല ഡീസൻ്റായിട്ട് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ കയറിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ നശിച്ചു പോയി. ഞങ്ങൾ കഷ്ടമാണ്. ഈ ഇരിപ്പ് വെറുതെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 60 ടിക്കറ്റ് ഇട്ടിട്ടുണ്ടിരുന്നാൽ ഞങ്ങൾ 3 മണി വരെ ഇരുന്നിട്ട് മടക്കി ഞങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ കിട്ടണം 100 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങളെങ്ങനെ ജീവിക്കും? ഒരു രോഗിയാണ്, വിധവയാണ്, എന്ത് ചെയ്യും? ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, എല്ലാം ഇതുണ്ട്. എങ്ങനെ ജീവിക്കും നമ്മൾ? ഈ പറയുവാണെങ്കിൽ ഈ നശിച്ചവൻ്റെ ഭരണം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ മറ്റേ ഉമ്മൻചാണ്ടിയൊക്കെ എന്ത് നല്ല ഭരണമായിരുന്നു അയാളൊക്കെ എന്തോരം ആ സഖാവൊക്കെ നല്ല ഡീസൻ്റായിട്ട് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ കയറിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ നശിച്ചു പോയി. അത്ര എനിക്ക് പറയാറുള്ളൂ. ചേച്ചി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടനെ നമുക്ക് പ്രഖ്യാപിക്കപ്പെടും. എറണാകുളത്ത് ആർക്കായിരിക്കും വിജയ സാധ്യത? എറണാകുളത്ത് വിജയിക്കും ഇപ്പോൾ പറയുവാണെങ്കിൽ ഇവിടെ എല്ലാവരുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ BJP ജയിക്കും എന്നാണ് പറയണത്. BJPക്കാണ് വോട്ട് കിട്ടുള്ളൂ പറയണത്. എറണാകുളത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള MP ഹൈബി ഈഡനാണെന്ന് അറിയാമല്ലോ. ഹൈബി ഈഡനാണ്. കോൺഗ്രസ് ആണ് ഒരുപാട് കാലങ്ങളായിട്ട് എറണാകുളത്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് BJP എന്ന് പറയുന്നു? BJP എന്ന് പറയണത് പാവങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ അവരെ കൊണ്ട് ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്കും ഗുണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഒരു അസുഖം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരോട് അവരോട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മരുന്ന് വാങ്ങിച്ചു തരുന്നുണ്ട്, മരുന്നിൻ്റെ ആവശ്യമൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആരെ കൊണ്ട് ഒന്നും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ 4ാമത്തെ കൊല്ലമാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കണം. എനിക്കൊരാളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 7 വർഷത്തേക്ക് പിണറായി വിജയനെ പറ്റി ചേച്ചി പറഞ്ഞു. നമ്മളെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ് സാധാരണക്കാരുടെ പെൻഷൻ എന്ന് പറയുന്നത്. 7 മാസമായിട്ട് പെൻഷൻ 7 മാസമായിട്ട് എനിക്കും കിട്ടിയിട്ടില്ല. ഞാനും വിധവയാണ്. സാധാരണക്കാരനെ ഏറ്റവും ബാധിക്കുന്നതാണ് വിലക്കയറ്റം. ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും ഒരു വീട്ടിൽ? പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത്. പിണറായിയുടെ ഭരണം നിർത്തിയാൽ തന്നെ പാവങ്ങൾ രക്ഷപ്പെടും, വിലക്കുറവുണ്ടാവും, പെൻഷൻ കിട്ടണില്ല. അയാൾ ടൂറൊക്കെ പോകണ്ടല്ലോ, വില കൂടിയ കാറിലും മറ്റേ ബസ്സിലൊക്കെ ഇയാൾ യാത്ര ചെയ്യണ്ടല്ലോ. എന്തുകൊണ്ടാണ് പാവങ്ങളെ സഹായിക്കാതെ ഇയാളിങ്ങനെ യാത്ര ചെയ്ത് നടക്കുന്നത്? അമേരിക്കൊക്കെ അയാൾ പോകണ്ടല്ലോ. എന്തിനു പോകണം? ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വരട്ടെ. അയാളുടെ ഭരണം നാടിന് വേണ്ടിയാണ്, നാടിന് വേണ്ടി ഭരിക്കണം. അല്ലാണ്ട് അയാൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ജീവിക്കുന്നത്. അയാൾ ഭരിക്കണത് അതിന് വേണ്ടിയാണ്. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് വിധവാ പെൻഷൻ പോലും നിർത്തൽ ചെയ്തുകൊണ്ടാണ് അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് എന്താ മോനെ കാര്യമുള്ളത്? വലിയ രക്ഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ വിധവകളാണ്. ഇവർ പെൻഷൻ കൊടുത്തിട്ട് പിന്നെ എന്തിനും നിർത്തൽ ചെയ്യണം? എന്തിനും കൊടുക്കാതിരിക്കണം? ഈ 6 മാസമായിട്ട് ഞങ്ങൾക്ക് മരുന്ന് പോലും മേടിക്കാൻ നിവൃത്തിയില്ലാണ്ട് വട്ടം കറങ്ങണം. ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വേണം ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കണം. അതുപോലും കിട്ടണില്ല. BJPക്കാണ് സാധ്യത എന്ന് പറഞ്ഞു. പിണറായി വിജയനെതിരെയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കും കുടുംബത്തിനൊക്കെ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ പുറത്തു വന്നു, തെളിവ് സഹിതം. എന്നിട്ടും കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. ഈ BJP സർക്കാർ എന്തുകൊണ്ട് പിണറായി വിജയനെ മാത്രം പിടിച്ചിട്ടില്ല? അതെന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് പറയാൻ അറിയാൻ പാടില്ല. ഒന്നും പറയാൻ അറിയാൻ പാടില്ല. അറിയാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇത്രയും അഴിമതി ആരോപണങ്ങളൊക്കെ നിൽക്കുന്നില്ലേ? കേരളം ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലുള്ള വീട്ടമ്മമാര് ബുദ്ധിമുട്ടിയാണ് ഒരു പെൻഷൻ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ കോടികൾ വരുന്ന അഴിമതി ആരോപണങ്ങൾ. ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും വന്നിരിക്കാം. ഇതുപോലെ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട വയസ്സായ അമ്മമാര് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. അവർക്ക് പെൻഷൻ കൊടുക്കുവാണെങ്കിൽ അതുങ്ങൾക്ക് മരുന്ന് മേടിക്കാനും, മക്കൾ നോക്കാത്ത എന്തോരം തള്ളമാരുണ്ട്, അവർക്ക് മരുന്ന് മേടിക്കാനും ഭക്ഷണത്തിനുള്ളൊരു ഭാഗം ഈ പിണറായിക്ക് ചെയ്തു കൊടുത്തൂടെ? എന്തുകൊണ്ട് അയാളത് ചെയ്യണില്ല? ഈ പാവങ്ങൾ എന്തുകൊണ്ട് അയാൾ രക്ഷപ്പെടുത്തണില്ല? ഇത് വിറ്റാൽ ഞങ്ങൾക്ക് കിട്ടണം നിസ്സാരം 6 രൂപയാണ്. അത് വിറ്റാലല്ലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അടിയില്ലെങ്കിൽ ആരെങ്കിലും എടുക്കുമോ? 10 ദിവസം എടുക്കണം, ഒരു 11ാമത്തെ ദിവസം നിർത്തൽ ചെയ്യണേ. അത് ആരും ഇങ്ങനെ ചെയ്തു വെക്കണം? ഇയാളുടെ ഒറ്റ ഭരണത്തിൻ്റെ ഇതുകൊണ്ടാണ് വന്നത്. ഇതല്ല എന്തുകൊണ്ടാണ് ഹൈബിയുടെ നല്ല പ്രവർത്തനങ്ങളാണ്. പാർലമെന്റിലൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. സാധാരണക്കാരനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു MP ആണ്. ഏത് സാഹചര്യത്തിലും നമുക്ക് ആണ്. ഹൈബി ഈഡൻ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സ്വീകാര്യം. ഫാദർ എന്ന് പറഞ്ഞ ആളും ഇവിടെ MP ആയിരുന്നു. ഈഡൻ ആ ഒരു അതുകൊണ്ടൊന്നല്ല, പുള്ളി പ്രത്യേകം കുട്ടിയുടെ വിദ്യാഭ്യാസമുണ്ട്, പെരുമാറ്റം നല്ല പെരുമാറ്റമൊക്കെ. അതുകൊണ്ട് ചെറുപ്പക്കാരനാണെങ്കിലും ആ ചെറുപ്പക്കാരന് പക്വതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യനാണ്.
കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? ആ ഭരണം എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ വീടുകാരും ശരിയാക്കി, പുള്ളിയുടെ കാര്യം ശരിയാക്കി, മറ്റുള്ള ആളുകളുടെ ഒന്നും ശരിയാക്കിയിട്ടില്ല. ഇത് പറയുമ്പോൾ പുള്ളി മുൻകൂട്ടിയുള്ള പ്ലാനായിരുന്നു. പുള്ളി സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ പാർട്ടിയെ ചൊല്ലിച്ച് അങ്ങനെ കയറി വന്നതാണ്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിനെതിരായിട്ട് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പം മകൾക്കെതിരെ ഏറ്റവും അവസാനം മാസപ്പടി വിവാദം പോലും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അതിനെ അദ്ദേഹം ഒട്ടും മുഖം കൊടുക്കാണ്ടാണ് നടക്കുന്നത്. അതന്നെ വളരെ അത് ഒരു കള്ളലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. ഇല്ല, മറുപടികൾ പറയണം. അപ്പോൾ തന്നെ തുറന്നു, അതാണ് തുറന്നു മനസ്സിൽ. CPM-ന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെച്ചാണ് പ്രതിസന്ധികളൊക്കെ നേരിട്ടത്. ആ ഒരു മനോഭാവം ഇദ്ദേഹം സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അതോർത്തതാ സ്വന്തം കാര്യം മാത്രം, മറ്റേതൊക്കെ അടിച്ചിരിക്കുക, എന്നെ ആദ്യം ചോദ്യം ചെയ്യരുത്. ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയാം, ആദ്യം ഉണ്ടായ മന്ത്രിസഭയിൽ പ്രായമുള്ളവരാണ് എല്ലാവരും. അവരക്കത്തിനെ മാറ്റിയിട്ട് എല്ലാം പുതിയ ബാച്ച് എടുത്ത്. അതിൻ്റെ ഒരു പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നും വരുവാനം കയറ്റുക, കൂടാതെ വേറെ കുറച്ച് ചെറുപ്പക്കാരെ വെച്ച് അവരെയൊക്കെ വഴിക്ക് പറഞ്ഞ വഴിക്ക് ഇരുത്താൻ പറ്റും പുള്ളിക്ക്. മറ്റുള്ളവരത് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എല്ലാ അഭ്യാസം അറിയാവുന്നവരാണ്. അപ്പോൾ അഭ്യാസം അറിയാത്തവരുടെ മുമ്പിൽ പുള്ളി വലിയ ആളായി. പിന്നെ ഒരു വയസ്സും വന്നേക്കണ മറ്റേ പാർട്ടിയിലെ വേറെ പാട്ടുള്ള ജനസാധനമുണ്ട്. അതെ അതെ അതെ. അദ്ദേഹം പിന്നെ കൊണ്ടില്ല, ഈ പാർട്ടിയിലില്ല, വേറെ പാർട്ടിക്കാരനാണ്. കേരള കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. കേരള കോൺഗ്രസ് ഇല്ല, അയാൾ ജനതാദളാണ്. അതായിരുന്നു ആ കുഴപ്പമില്ല. ഇയാളുടെ പാർട്ടിയിൽ ആരും വയസ്സന്മാരില്ല. അപ്പോൾ അവരെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അർഹതയില്ലാത്തവരൊക്കെ കയറ്റി മന്ത്രിയാക്കി വെച്ച് അവരൊക്കെ അടങ്ങിയിരുന്നു. എല്ലാവരെയും ഫയൽ പുള്ളിയുടെ അടുത്ത് പറ്റും. 7 മാസം വേറെ പഴയതൊന്നും ഫയൽ അങ്ങനെ കൊടുക്കില്ല. എല്ലാം കൂടി പുള്ളി കൊണ്ടുവന്നിട്ട് 7 മാസമായിട്ട് പെൻഷൻ ഇല്ല, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം പോലും മുടങ്ങി. ഇപ്പോൾ കേന്ദ്രം 5000 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതും വേണ്ട എന്നൊക്കെ പറയാണ്. ഇതൊക്കെ എന്താണ് ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നത്? സാധാരണക്കാരൻ നിലയിൽ ജനങ്ങളെല്ലാവരും ബാധിക്കുന്നത് നന്നായിട്ട്. ആൾക്ക് ഇപ്പം മതിയായി. ഇയാളൊക്കെ പ്രതീക്ഷിച്ചിട്ട് നിൽക്കാറുണ്ട്. വലിയ വാചകം അടിയാറുന്നല്ല, മറ്റേ മുഖ്യമന്ത്രിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനൊക്കെ ഘടകവിരുദ്ധമാണ്. പറഞ്ഞത് പുള്ളിക്ക് തന്നെ എല്ലാം തിരിച്ചടിയായിരുന്നു. ആര് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അമ്മ ഞാനങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യം പറയാൻ പറ്റില്ല. അതെന്നാ പോട്ടെ. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തും, എങ്ങനെ നോക്കിക്കാണുന്നു? അയാളെപ്പറ്റി എനിക്ക് ഒന്നും ഒരു വിവരമില്ലെന്നാണ് ഈ ടിക്കറ്റിൻ്റെ കാര്യം അവർ തെറ്റിലാണ്. അതുപോലെ ഒരു അടിയില്ല, ഇതിനെപ്പറ്റിയിട്ട് ഒരു അടിയില്ല. എനിക്ക് എല്ലാ ദിവസവും തന്നെ വണ്ടിക്കാശ് പോകും, വെറുതെ കഷ്ടപ്പെട്ട് കഴിയുകയും ഭയങ്കര ദുഃഖത്തിലാണ് പോകണം. ഇത് തന്നെ തീരുന്നില്ല. അത് തന്നെ അരിയുന്നോടെ സാധനം കൊടുക്കണം. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട 7 മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ല, രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം. അപ്പം ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ അലംഭാവമല്ലേ ഇതെല്ലാം? ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? പെൻഷൻ ലഭിക്കുന്ന ആളാണോ? കിട്ടിയിട്ടില്ല. അപ്പം ഇതിനോടൊക്കെ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിനോട് ഞാൻ ഈ കാരണം വോട്ട് ചെയ്യാൻ മടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് അവർ വരുമ്പോൾ അവരോട് പറയാനുണ്ട്. വീടാണെങ്കിൽ ആകെ പോയിക്കിടക്കും. 50,000 രൂപ തരാമെന്നുണ്ട്, 40,000 അതുപോലെ കിട്ടിയിട്ടില്ല. ഒരു പൈസ രഹിച്ചിട്ടുണ്ട്. ആകെ ബുദ്ധിമുട്ടല്ല. എനിക്ക് പെറോൺ കഴിച്ച് ഇവിടെ വന്നിട്ട് വട്ടിക്കായിട്ട് പോയാലാണ് എനിക്ക് ഒരു പറയുകയാണെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ ടീച്ചർ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഷൈൻ ടീച്ചർ എന്നൊരു പേര്? ഇവര് പോയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ നാടിന് വേണ്ടി. ആ, കഴിഞ്ഞ 5 വർഷമായിട്ട് 19 MP പോയിട്ട് വെള്ളം ചെയ്തല്ല, നാടിന് ഗുണകരമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. എറണാകുളത്തിന്റെ MP ആയിട്ടിരിക്കുന്നത് ഹൈബി എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഓരോ എന്ത് പ്രവർത്തിക്കുന്നു സർക്കാർ പറയാൻ പറ്റില്ല. കാരണം എന്താ പ്രവർത്തിച്ചത്, ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതൊക്കെ വരുമ്പോൾ പ്രശ്നമല്ലോ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് വളരെ മോശമാണെന്നാണ് അഭിപ്രായം. ഈ ജനങ്ങൾക്ക്, അതായത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചെന്ന് എത്താൻ പറ്റുന്നൊരു ഇതിലല്ല അദ്ദേഹം നിൽക്കുന്നത്. ആവശ്യങ്ങളോട് ബോധിരിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ? സർക്കാരിന്റെ പ്രവർത്തനം നല്ല പ്രവർത്തനം തന്നെയാണ്. എല്ലാ തരത്തിലും നല്ലതായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ആ, കഴിഞ്ഞ 7 മാസമായിട്ട് സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയില്ല. അത് കേന്ദ്രം തരാത്ത പൈസ ഉണ്ടല്ലോ, അത് ഇതുവരെ തന്നിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി കേസ് കൊടുത്തതിന് ശേഷം കേസ് കൊടുത്തപ്പോൾ അത് പിൻവലിക്കുകയാണെങ്കിൽ പൈസ തരാമെന്ന് പറഞ്ഞു. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനം നേരിടുന്നുണ്ടല്ലോ. അത് വിലക്കയറ്റം പറഞ്ഞതെന്ന് വെച്ചാൽ കേരള സർക്കാരല്ല വില കൂട്ടുന്നത്, കേന്ദ്രമല്ല. എല്ലാ സാറും അവിടെയുള്ള വന്നത് പെട്രോൾ ആയാലും ഡീസലായാലും
അരി ആയാലും ഗോതമ്പ് ആയാലും സപ്ലൈകോലെ പോലെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എറണാകുളത്ത് മാറ്റമാണ് ആവശ്യം. അച്ഛൻ്റെ കെയർ ഓഫിൽ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് ഒരു മാറ്റമില്ല. സ്ഥിരമായിട്ട് അച്ഛൻ മരിച്ചാൽ മോൻ, മോൻ മരിച്ചാൽ ഭാര്യ, അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് പോകണം. ഇവിടെ അവസരങ്ങളില്ല. മറ്റുള്ള പ്രവർത്തകർക്ക്, കോൺഗ്രസ്സിലുള്ള പ്രവർത്തകർക്ക് എവിടെ അവസരം കൊടുക്കണം? ഒരു കൂട്ടം അപജയം വന്ന ഒരു സംഘടനയായിട്ട് മാറി കോൺഗ്രസ് എവിടെയുള്ളത്? കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. കോൺഗ്രസ്സിൽ കുറേ ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊരു അവസരങ്ങൾ കൊടുക്കുന്നില്ല. കുറേ ഒരു കൂട്ടം ജനങ്ങൾ ഇതിന് പുറകെ ഉണ്ടെങ്കിലും ആർക്കും ഒരു അവസരവും ഇല്ല. എല്ലാം അവർ തന്നെ പങ്കിട്ടെടുക്കണേ. കുറച്ച് നേതാക്കന്മാർ അവർ അല്ലെങ്കിൽ അച്ഛനല്ലെങ്കിൽ മോൻ, മോനല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മരുമോൾ, അതല്ല അവസ്ഥ. എൻ്റെ ജനറേഷൻ ഒരു പകുതി മേലായി, എൻ്റെ മോളുടെ ജനറേഷനായി, എൻ്റെ അച്ഛൻ്റെ ജനറേഷൻ തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം. ഇതൊക്കെ മാറ്റം വന്നു. അവസരങ്ങൾ കൊടുക്കണം, ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണം. നല്ല നേതാക്കന്മാർ ഒത്തിരി പേരുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള സംഭവം. CPM അങ്ങനെ ഒരു രീതിയാണ് പിന്തുടരുന്നത്. CPM എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുന്നില്ല. അവസരങ്ങളില്ലാതെ CPIയിലേക്ക് ഈ വന്നേക്കണ കാൻഡിഡേറ്റിൽ എത്ര പേരുണ്ട്? പുതുമുഖങ്ങളായി, പഴയ മുഖങ്ങൾ കുറവല്ലേ? അവസരങ്ങളിലൂടെ 3 സ്ത്രീകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് വെച്ച് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ, ഒരു പാർട്ടിയെ വെച്ച് കമ്പയർ ചെയ്യാൻ, LDF ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. വളർന്നു വരട്ടെ. മാറ്റങ്ങളാണ് ആവശ്യം. കേരളത്തിൽ 7 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? കേരള സർക്കാരിന് കേന്ദ്രം എല്ലാ അവസരങ്ങളിലും സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും ജനങ്ങളുടെ നികുതി കളക്ട് ചെയ്യുന്ന കേന്ദ്രം തിരിച്ചു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതില്ല എന്ന് കോൺഗ്രസ്സുകാരും BJPക്കാരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് പൈസ കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായില്ലേ? അപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ല, ഈ കാണുന്ന കേന്ദ്രം കേരളത്തെ വളരെയേറെ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം. ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതി ഇടപെട്ട് ലാസ്റ്റ് പൈസ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ലാതെ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഇവിടെ ഇപ്പം തന്നെ എല്ലാ സംഘടനകളും, എല്ലാ പാർട്ടി സംഘടനകളും കുറേ പുറത്തുള്ള മണികൾ കളക്ട് ചെയ്തു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കോടി രൂപ എല്ലാം കളക്ട് ചെയ്തു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സംഭവം വേണ്ട. അതിനൊരു കോടതിയിലേക്ക് പോയില്ലേ? ഇത് കണ്ടു. ഇവിടെ കോടിക്കണക്കിന് രൂപ എല്ലാം BJPക്ക് വോട്ട് ചെയ്യണമെന്തിനാ? കോൺഗ്രസ് എന്തിനാ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത് തിരിച്ചാൽ ഇങ്ങോട്ട് പോണത്. ഇവിടെ തന്നെ കണ്ടില്ലേ? എല്ലാവരും ഇത് രണ്ടും ഒറ്റ നാണയത്തിന് രണ്ടും ഒരു വശം തന്നെയാണ്. കോൺഗ്രസ്, BJP, ലീഗ് ഇവരെവിടെയാണ് നിലപാട് സ്വീകരിക്കുന്നത്? ഇവിടെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവണം. ഇവിടെ എന്തോരം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഈ ഭൂമി എല്ലായിടത്തും ഹൈവേ, എല്ലാ വികസനങ്ങളും വന്നു. ഏത് റോഡാണ് വികസിക്കാത്തത്? എല്ലാ വികസനങ്ങളും. സാമ്പത്തിക ഞെരുക്കമുണ്ട് നമുക്ക്. നമ്മളെ ഏത് ഘട്ടത്തിൽ നിന്നിട്ടാണ് ഇത്ര ഉയർച്ചയിലേക്ക് വന്നു നോക്കും. വേറൊരു സംസ്ഥാനമാണെങ്കിൽ ഇത്രയും പ്രളയവും നിപ്പവും വൈറസ് എല്ലാം വന്നപ്പോൾ അതിന് ഓവർകം ചെയ്തിട്ട് ഇത്രയും ഒരു മുന്നേറ്റത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ടാവും. അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ നികുതികളൊക്കെ കൂട്ടിയത് ഉൾപ്പെടെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാനാണ് നമ്മുടെ സർക്കാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. 7 മാസമായിട്ട് സാർ പെൻഷൻ കൊടുക്കാൻ പറ്റിയത്. പെൻഷൻ്റെ ഇപ്പോൾ അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ടല്ലോ, പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. 1 മാസത്തെ അല്ലേ? സർക്കാരിന് ഇത്രയും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നപ്പോൾ 1 മാസത്തെ പെൻഷൻ ഇപ്പോൾ കൊടുക്കാമെന്ന് തീരുമാനമുണ്ട്. അത് ഇലക്ഷനനുബന്ധമായിട്ട് അതിനു മുമ്പ് തന്നെ കൊടുക്കാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ടും, എല്ലാവർക്കും കിട്ടും. അത് ആൾക്കാർക്ക് ആശങ്കയില്ല. സാമ്പത്തികമായി ഞെരുക്കിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ലേ? എന്തിനാണ് പറയുന്നത്? എല്ലാ നമ്മൾ കൊടുത്ത കണക്കുകൾ പ്രകാരം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ആരാണ് പറയുന്നത്? കേന്ദ്ര സർക്കാർ പറയുന്നതായിട്ടാണ് നമുക്ക് വാർത്തകൾ വരുന്നത്. നിങ്ങൾക്കറിയാമോ? കേന്ദ്ര വാർത്തകളാണ് വരുന്നതല്ലോ. വാർത്തകൾ പലർക്കും സൃഷ്ടിക്കാം. ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ. അത് വാർത്ത സൃഷ്ടിക്കലല്ല. അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് പോയി അന്വേഷിച്ച് വരുമ്പോഴേക്കും ജനങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് കിട്ടേണ്ട പെൻഷൻ ആനുകൂല്യം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ച് സാമ്പത്തികമായി കേരളത്തെ ഒരു പരിധിവരെ അവർ ഒരു ചടിനുള്ളിൽ പിടിച്ച് കെട്ടിയിടാനാണ് ശ്രമിക്കുന്നത്. അത്
മനസ്സിലാക്കുന്നുണ്ടല്ലോ ജനങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് മാസപ്പടി വിവാദമാണ് വന്നത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ട്. സിഫോ എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി വരെ അവൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എന്തുകൊണ്ട് അതിനെതിരെ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കേന്ദ്ര ഏജൻസികൾ, BJP ഭരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് അതിനെതിരെ വീണ്ടും ആക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ വേട്ടയാടുന്നത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നത്? കേരളത്തിലോട്ട് കാര്യം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നിലോട്ട് ഒരു അന്വേഷണത്തിന് പോയിട്ട് എല്ലായിടത്തും പരാജയപ്പെട്ടിട്ടുള്ള പല കേന്ദ്ര ഏജൻസികളാണ് നമ്മൾ നിലവിൽ കണ്ട കാഴ്ചകളെല്ലാം. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാസപ്പടി വിവാദം വന്നു. അതിലേക്ക് ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല. എങ്കിലും മാസപ്പടി വിവാദം പിണറായിയുടെ മകളിൽ മാത്രം നിക്ഷിപ്തമാണോ? അതുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള എത്രയോ കോൺഗ്രസ്സുകാരും മറ്റുള്ള എല്ലാ സംഘടനകളും അതിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടുള്ളവരാണ്. അത് മറച്ചു വെച്ചുകൊണ്ടല്ല അവർ സംസാരിക്കുന്നത്. അതിലേക്ക് അന്വേഷണം പോകണ്ടേ? എല്ലാവരുടെ അടുത്തേക്ക് അന്വേഷണം പോകണം. അന്വേഷണം പോലും മാത്രമല്ല, ഇവിടെ കള്ളനോട്ടടിക്കുന്നവരുടെ പേരിലേക്ക് കൂടി അന്വേഷണം പോകണം. ഇന്ത്യയിൽ കള്ളനോട്ടടിക്കുന്ന എത്രയോ ആൾക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നു. അവരിലേക്ക് അന്വേഷണം പോയാൽ എത്തണം, അങ്ങോട്ടും കൂടി എത്തണം. അതിൻ്റെ കണ്ണികളിലേക്ക് പോകുമ്പോൾ വലിയ വൻമരങ്ങൾ പിടിക്കപ്പെടും.
ശോഭാ സുരേന്ദ്രനാണ് 2016 ഈ CPM-ന്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ വടക്കാഞ്ചേരി MLA ആണ് ശോഭാ സുരേന്ദ്രൻ. നേരത്തെ വടക്കാഞ്ചേരിയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതല്ല, കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൃശ്ശൂർ തൂത്തുവാരിയപ്പോൾ LDF-ന്റെ ഭാഗമായി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയനെ? ഇപ്പോൾ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ജയിക്കും, 3-ാം സ്ഥാനത്തല്ലെത്തും. കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തെത്തുമല്ലോ, എത്തുന്നു. സുരേഷ് ഗോപി നടക്കില്ലല്ലോ. നമസ്കാരം. വളരെ ഗൗരവമായ ഒരു ബോംബാണ് TG നന്ദകുമാർ പൊട്ടിച്ചിരിക്കുന്നത്. ഇന്നലെയും മിഞ്ഞാന്നുമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിൽ പോലും അത് ചർച്ചാ വിഷയമായി മാറി എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് പുറമേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാന ബോംബ് എന്ന് പറയുന്നത് കേരളത്തിലെ BJP-യുടെ തീപ്പൊരി വനിതാ നേതാവ്, പ്രസംഗം കൊണ്ട് ജനങ്ങളെ ഹരം കൊള്ളിക്കുന്ന, ഇളക്കിമറിക്കുന്ന ശോഭാ സുരേന്ദ്രൻ CPM-ലേക്ക് പോകാൻ റെഡിയായിരുന്നു. അവർക്ക് വടക്കാഞ്ചേരി സീറ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു. അത് EP ജയരാജൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ക്ലിയർ ചെയ്തത്. വടക്കാഞ്ചേരിയിലേക്ക് പോകാൻ റെഡിയായ ശോഭാ സുരേന്ദ്രൻ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകാതെ വന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ക്രൈമിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്, ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്ത നിമിഷം തന്നെ ആ ദൃശ്യം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഉമാ തോമസിന് എതിരെയാണ് ഒരു വോട്ട് ചെയ്തത് എന്നുള്ള കാര്യമാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ബോംബ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പത്മജ വേണുഗോപാൽ EP ജയരാജൻ വഴി CPM-ലേക്ക് പോകാൻ തയ്യാറായിരുന്നു. എന്നാൽ അവർക്ക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും വലിയ മോഹങ്ങൾ അവർ പുലർത്തി. അതെന്താണ് മോഹങ്ങൾ പുലർത്തിയതെന്നോ എന്താണ് പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടതെന്നോ TG നന്ദകുമാർ പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് 3-ാമത്തെ ആരോപണമാണ് ഇപ്പോൾ ഏറ്റവും ബോംബായി മാറാൻ പോകുന്നത്. കേരളത്തിലെ BJP-യിൽ എന്നും BJP നേതാക്കന്മാർ ഒറ്റപ്പെടുത്തിയിരുന്ന, അവഗണിച്ചിരുന്ന, എന്നാൽ ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ CPM-ലേക്ക് പോകാൻ തയ്യാറായിരുന്നു. വടക്കാഞ്ചേരിയിൽ അവർ മത്സരിക്കാൻ റെഡിയായിരുന്നു എന്നുള്ള കാര്യമാണ്. അതിന് EP ജയരാജൻ വഴിയാണ് സംസാരം നടന്നത്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള അമ്പല കമ്മിറ്റിയുടെ ഓഫീസിൽ ഇരുന്ന് തന്നെയാണ് ഈ കാര്യവും സംസാരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയാതെ പറഞ്ഞിരുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ് TG നന്ദകുമാറുമായിട്ട്. നേരത്തെ നമുക്കറിയാം PC ജോർജ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അദ്ദേഹത്തെ അന്ന് കേസിൽപ്പെടുത്തിയിരുന്നു. ആ കേസിൽപ്പെടുത്തിയതിനെതിരെ PC ജോർജ് TG നന്ദകുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും വീണ്ടും വാദപ്രതിവാദങ്ങൾക്കിടയിൽ TG നന്ദകുമാർ വിവാദ നായകനാകുന്നു എന്നുള്ളതാണ് സത്യം. നേരത്തെ അദാനിയുമായിട്ടും VS അച്യുതാനന്ദനുമായിട്ടും പിന്നീട് പിണറായി വിജയനുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ, കേരളത്തിലെ BJP-യുടെ ഫയർ ബ്രാൻഡ് ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ BJP വിട്ട് CPM-ൽ ചേരാൻ പോയിരുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. എന്തായാലും ഈ വാർത്ത വലിയ വിവാദങ്ങൾക്ക് കാരണമാകും. ഇതിന് ശോഭാ സുരേന്ദ്രൻ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അവർ മറുപടി പറയുന്നത് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് ചിലപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീരും. നേരത്തെ പത്മജ വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് സത്യം. BJP അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് പത്മജ വേണുഗോപാൽ എവിടേക്കും ചാടിപ്പോകും. അവർക്ക് പ്രത്യേകമായിട്ട് ആശയങ്ങളൊന്നുമില്ല, ആമാശയമാണ്. അവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്, അല്ല രാഷ്ട്രീയമല്ല. ഇന്ന് കോൺഗ്രസിലാണ്, നാളെ BJP ആണെങ്കിൽ CPM-ലേക്കും അവർ ചാടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നന്ദകുമാർ വെളിപ്പെടുത്തിയത്. ഇതേപോലെ തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ദീപ്തി മേരി വർഗീസ് വളരെ ശക്തമായ ഭാഷയിലാണ് തിരിച്ചടിച്ചത്. ഇതെല്ലാം പച്ചക്കള്ളമാണെന്നാണ് ഇന്നലെ ചാനൽ ചർച്ചകളിലെല്ലാം അവർ പറഞ്ഞത്. എന്നാൽ തിരിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ബോംബായി മാറുന്നത് കേരളത്തിലെ ഏറ്റവും ഫയർ ബ്രാൻഡ് BJP-യുടെ ഏറ്റവും ശക്തിയായ നേതാവ് ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ TG നന്ദകുമാർ ക്രൈമിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കത് പൂർണ്ണമായി കേൾക്കാം. EP ജയരാജൻ ഡൽഹിയിൽ പോണത് ഒറ്റയ്ക്കല്ല,
പാർട്ടിയുടെ സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റി മീറ്റിങ്ങിന് കൂട്ടായിട്ടാണ് പോകണം. അതിനിടയിൽ BJP ഓഫീസിലേക്ക് പോകണതാണ്. വെറുതെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് അങ്ങനെ പോയത്. ശോഭാ സുരേന്ദ്രനാണ് 2016 ഈ CPM-ൻ്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ വടക്കാഞ്ചേരി MLA ആണ് ശോഭാ സുരേന്ദ്രൻ. നേരത്തെ വടക്കാഞ്ചേരിയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതല്ല, കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൃശ്ശൂർ തൂത്തുവാരിയപ്പോൾ LDF-ൻ്റെ ഭാഗമായി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയനെ? ഇപ്പോൾ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ജയിക്കും, 3-ാം സ്ഥാനത്തല്ലെത്തും. കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തെത്തുള്ളൂ. എത്തുന്നു. സുരേഷ് ഗോപി നടക്കില്ലല്ലോ. കേരളത്തിൽ പ്രത്യേക സാഹചര്യമാണ്. ഇപ്പോൾ ജാവ്ദേക്കർ റിക്രൂട്ട്മെൻറ്റിന് ഇറങ്ങിയിട്ടുണ്ട്. ആർക്കും ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളെയാണ് പുള്ളി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ തലയ്ക്ക് നല്ല ബോധമുള്ള ഒരാളും പെട്ടെന്ന് BJP പോയി കേരളത്തിൽ ജോയിൻ ചെയ്യും. അദ്ദേഹം പോയി കുടുങ്ങി. കേക്ക് ആ സമയം CPM-ൻ്റെ ഭാഗമായ അനിൽകുമാർ, ഒഡേപെക്കിൻ്റെ ചെയർമാനാണ്, പ്രശാന്ത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, KV തോമസ്. പിന്നെ കൊച്ചി ഈ തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്താണ് KV തോമസ് മാസ്റ്റർ CPM-ൻ്റെ ശക്തമായ ഭാഗമായത്. MP മുരളീധരൻ ഭാഗമായി. അയാൾ പോയതുകൊണ്ട് UDF-ന് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ആർക്ക്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, KV തോമസ് മാസ്റ്റർ എന്താണ് പോയത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്ഥിരമായി MP ആയിരുന്നു, ഞാൻ മാറി നിൽക്കാൻ പറയണതിന് പകരം എന്നെ ഈ ചാനലിൽ കൂടി മാറ്റിയതുകൊണ്ടുള്ള അസംതൃപ്തി കൊണ്ടാണെന്നല്ല പുള്ളി പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. പക്ഷെ അവരൊന്നും, ഞാൻ ചോദിച്ചത് CPM-ൻ്റെ ഭാഗമായ ഒരാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. KV തോമസ് ഡൽഹിയിൽ സുപ്രധാന സീറ്റ് ക്യാബിനറ്റ് പദവി കൊടുത്തത്. VP മരക്കാരൻ മരുമകൻ, VP മരക്കാരൻ മകൻ, അതിനുശേഷമാണ് MP മുഴുവൻ. അവിടെ നിന്ന് പിന്നെ ആരും വന്നിട്ടില്ല. ഇപ്പോൾ AK നസീർ എന്ന് പറഞ്ഞാൽ BJP-യുടെ സംസ്ഥാന നേതാവാണ്, റീസെൻ്റായിട്ട് ജോയിൻ ചെയ്തു. മനസ്സിലായില്ലേ? പക്ഷേ BJP-യിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നിപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ് എടുത്തോന്നും എനിക്കില്ല. അപ്പോൾ PC ജോർജിൻ്റെ മോഹമായിരുന്നു പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വം. അതിനാണ് പുള്ളി ജോയിൻ ചെയ്തത്. ഒന്നും നടന്നില്ലല്ലോ. PC ജോർജിനെ കിട്ടാതെ പോയത് വലിയ സങ്കടം. അങ്ങക്ക് എന്താണ് ഇത്ര സന്തോഷം? സന്തോഷമല്ല, ഞാൻ ചോദിച്ചത് വാക്ക് പാലിക്കപ്പെടണം. CPM-നെ കുറിച്ച് എന്ത് പറയുമ്പോഴും അവരുടെ അടുത്ത് ചെല്ലുന്ന അവരെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ CPM-ൻ്റെ ദൗർബല്യം, CPM-ൻ്റെ കുറ്റങ്ങളൊക്കെ വിടും. CPM-ന് വിശ്വസിച്ച് ചെല്ലുന്ന ഒരാൾക്ക് പരാജയമുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള വിദ്യാസമ്പന്നനായ KV തോമസിനെ പോലെ ഒരു പ്രൊവൈഡ് ചെയ്തില്ലെന്നാണ് എൻ്റെ ചോദ്യം. അത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഇന്ന് ഒരു 4-5 പ്രഗത്ഭരും അതിപ്രഗത്ഭരും ആളുകൾ ഇന്ന് BJP-യിലേക്ക് ചേരുന്നൊക്കെയാണ് പറയുന്നത്. അവരെല്ലാം ചേർന്നിട്ട് എന്താ കാര്യം? ഇനി പോയ ആൾക്കാർ മൂലക്കിരിക്കുകയാണ്. ഇവിടെ തന്നെ ദീപ്തി മേരി, അതേപോലെ താങ്കൾ വർഗീസ്, ഇവിടെയുള്ള കൗൺസിലർ ഇതേപോലെ CPM-ലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം താങ്കൾ നടത്തിയിട്ടുണ്ട്. തെറ്റാണ്. ദീപ്തി മേരി വർഗീസ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഞാനാണ് അവരെ ചെന്ന് കണ്ടത്. അവരുടെ ആഗ്രഹപ്രകാരം അവർ EP ചേരാനെ കാണുകയാണ് ചെയ്തത്. അല്ലാതെ EP ചേരാനൊന്നും അധികമൊന്നും അവരെ പോയി കണ്ടില്ല. അവർ പറയുന്നത് വളരെ മോശമാണ്. 2, നമ്മൾ നേരത്തെ തന്നെ അവർ സമീപിച്ചെങ്കിൽ ഉമാ തോമസിനെതിരെ അവർ കാൻഡിഡേറ്റ് ആയിനെന്നും പറഞ്ഞു. 2, അവരുടെ വോട്ട് അവർ ഉമാ തോമസിന് ചെയ്തില്ലെന്ന് VVPAT-ൻ്റെ കോപ്പി എടുത്ത് നമ്മളെ ബോധിപ്പിച്ചു. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 7 സെക്കൻഡ് കിട്ടും VVPAT-ൽ നിന്ന് നമുക്ക് മൊബൈലിൽ പകർത്താൻ. അറിയാമല്ല, ഡ്രോ അത് കൊടുത്ത് തന്നുണ്ട്. പിന്നെ അവർ വെറുതെ അസംബന്ധം പറഞ്ഞാൽ എങ്ങനെ നോക്കണം? അപ്പം അതൊരു വലിയ വിവാദമായി മാറും. അല്ല, വിവാദമാവില്ല എന്നുള്ളതല്ല. ദീപ്തി മേരി വർഗീസിനെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയിച്ച ശേഷമാണ് കണ്ടത്. ഞാൻ കണ്ടു അവരുടെ ആഗ്രഹപ്രകാരം. പിന്നെ EP ജയരാനെ കണ്ടാലും തെറ്റി, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടാലും തെറ്റി. ഇവിടുത്തെ MP മുഖ്യമന്ത്രിയെ കണ്ടു. എന്താ തെറ്റ്? ഞാൻ CPM-ൻ്റെ ഭാഗമാണെന്ന് പറയാൻ അങ്ങോട്ട് ചെല്ലണം. അവരാരും MP മുരളീധരനെ ഒന്നും അന്വേഷിച്ചിട്ട് CPM അങ്ങോട്ട് ചെന്നിട്ടില്ല. MP മുരളീധരൻ ആശയപരമായി ഉമാ തോമസ് സ്ഥാനാർത്ഥിയായാലും എതിർപ്പ് വന്നു. ഇനി അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം PT തോമസിനെ ഈ തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മുഖ്യ പങ്കാളി ഈ MP മുരളീധരനാണ്. എനിക്ക് 25 വർഷം മുമ്പ് അറിയാം PT തോമസിനെ. അന്ന് ഈ MP മുരളീധരനോടൊപ്പമാണ് PT തോമസ് ഇവിടെയൊക്കെ വന്നിരുന്നത്.
ഈ ശ്രീ എം പി മുരളീധരനിലെ പി ടി തോമസ് ഇല്ല ഇവിടെ. MP മുരളീധരനാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ലോക്കൽ ലീഡർ. അന്നത്തെ ലോക്കൽ ലീഡർ. അതിനുശേഷം അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് വന്നു. ഈ നമ്മൾ എന്ത് ഞാൻ കേട്ടെ, ഇപ്പം എന്നെ ദല്ലാള് അങ്ങനെ മോശമായി പറയുന്നുണ്ട്. അതുപോലെ എം പി മുരളീധരൻ അവർ മോശമാക്കി. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അദ്ദേഹം അന്ന് പി ടി തോമസിൻ്റെ ഏറ്റവും ദയനീയ കാലഘട്ടത്തിൽ കരുണാകരനായിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്ന കാലത്ത് പി ടി തോമസിന് എല്ലാ സഹായങ്ങളും ചെയ്ത് കൂടെ നിന്ന ഒരാളാണ് ഈ എം പി മുരളീധരൻ. ഉമാ തോമസിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തപ്പോൾ അദ്ദേഹം അതിനെതിരായി. അദ്ദേഹം കോൺഗ്രസ് ആശയപരമായുള്ള വ്യത്യാസം. ഇപ്പം BJP പോയ അവിടെയും ഇലക്ഷനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് പത്മജയെ. പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ വരരുത്, അവർ കൂട്ടണ്ട എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞ റെക്കോർഡ് പുറത്തു വന്നു കഴിഞ്ഞു. അതെ, പത്മജ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവിടെ പോയത് ശരിയായില്ല എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് CPM-ലേക്ക് അവസരം കൊടുക്കും. അങ്ങനെ സാഹചര്യമില്ല. അതായത് പൊളിറ്റിക്സിൽ പത്മജ വേണുഗോപാലിൻ്റെ പിതാവ് K. കരുണാകരൻ, നമ്മളെല്ലാം കണ്ട K. കരുണാകരൻ്റെ സംഭാവന എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി UDF-നെ കെട്ടിപ്പടുത്തിയ ആളാണ്. അദ്ദേഹത്തിന് വന്ന ഒരു ടൈം ദൗർബല്യം കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും കോൺഗ്രസിനെ പൊളിക്കാനോ മുഖ്യമന്ത്രി ആവാനോ കഴിയാതെ പോയത്. അതേ ദൗർബല്യം അദ്ദേഹത്തിൻ്റെ മകൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. അത് ഭാവിയിൽ അവർക്ക് നഷ്ടത്തിൽ വരും. എന്തായാലും വൻ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് TG നന്ദകുമാർ. നാളെ BJP-യിൽ പോയാൽ ഒരു അവസരവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പകരം CPM-ൽ വന്നാൽ പത്മജ വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം, ശോഭാ സുരേന്ദ്രൻ നേരത്തെ CPM-ലേക്ക് വരാൻ തയ്യാറായിരുന്നിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ന് അവർ വലിയ പൊസിഷനിൽ എത്തുമായിരുന്നു എന്നുകൂടെയുള്ള വിവാദമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ്. EP ജയരാജൻ ഡൽഹിയിൽ പോയി BJP-യിൽ പോയതിനെക്കുറിച്ച് അദ്ദേഹം പരിപൂർണമായി അറിയില്ല എന്നുള്ള നിഷേധ നിലപാടാണ് എടുത്തിരിക്കുന്നത്. നന്ദി, നമസ്കാരം.